ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2265. ഇന്ന് മാർച്ച് മാസം 14-ാം തീയതി, 73-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 27-ാം തീയതി. ഓരോരുവനും അവനവന്റെ ഉള്ളിലെ ദൈവവിശ്വാസത്തെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കണ്ടേ? വിശ്വാസത്തിൻ്റെ മാറ്റ്, അതിൻ്റെ ശുദ്ധി ഒന്ന് വെളിപ്പെടാൻ വേണ്ടി, അവനവന് തിരിച്ചറിയാൻ വേണ്ടി 3 ഘടകങ്ങളെ പരിഗണിച്ചേ മതിയാവും. 1 പ്രാർത്ഥനയാണ്, 2 കാത്തിരിപ്പാണ്, 3 സമർപ്പണമാണ്, സമ്പൂർണമായൊരു സമർപ്പണം. വിശ്വാസിയുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ എപ്പോഴും ഇടപെട്ട് അവനെ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്, ദുരിതങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് കരുതണ്ട. എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും അതിനുവേണ്ടി കാത്തിരുന്നാലും ഒഴിവായി പോകാത്ത ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, നമ്മെക്കുറിച്ചുള്ള നിശ്ചയം അത് അങ്ങനെ ആയതുകൊണ്ട് ആവും. അതിനു മുമ്പിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തല വണങ്ങാൻ മാത്രം പറ്റണം. കുരിശിലെ യേശുവിനേക്കാൾ വലിയ ഒരു ഉദാഹരണമില്ല. ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയും ഓർത്താൽ മതി. രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ചത്രേ, ഈ കഠിനമായ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ? രക്തസാക്ഷികളെയും നോർത്താൻ നല്ലതാണ്. അതും വലിയ മാതൃക തന്നെയാണ്. അവരുടെ രക്ഷയ്ക്കും ദൈവം അങ്ങനെ ഓടിയൊന്നും എത്തുന്നില്ല. ഏതു കാര്യവും ദൈവനിശ്ചയത്തിന് വിട്ട് കീഴടങ്ങുക എന്ന് തന്നെയാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ തലം. ചിലപ്പോൾ ഒന്നും നേരെയാകാതെ നമുക്ക് മടങ്ങിപ്പോകേണ്ടി വന്നേക്കാം, ഏതാണ്ട് യേശുവിനെ പോലെ. പക്ഷേ അതെല്ലാറ്റിൻ്റെയും അവസാനമായിരുന്നില്ലല്ലോ, മറിച്ച് വലിയൊരു ആരംഭമായിരുന്നു എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റും. മരണം വരെ അങ്ങനെ അനുസരിച്ചതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി. അങ്ങനെ അവിടുന്ന് ജീവനാൽ ലോകത്തിൽ ഇപ്പോഴും പടരുകയല്ലേ. പ്രാർത്ഥിച്ചും കാത്തിരുന്നും സമർപ്പിച്ചും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുമോ എന്നതാണ് നമുക്ക് മുമ്പിലുള്ള വലിയ വെല്ലുവിളി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സകലതും നവീകരിക്കുന്നത്. നമ്മുടെ ധാരണകളെ അതിലംഘിക്കും വിധം എല്ലാം പുതുതാക്കാൻ അവിടുത്തേക്ക് കഴിയുന്നേ. മനുഷ്യന്റെ സാധ്യതകൾക്കോ ലോകത്തിന്റെ പരിവർത്തനത്തിനോ പരിധി നിർണയിക്കാൻ ആർക്കാണ് സത്യത്തിൽ കഴിയുക? ഒന്നും അവസാനിച്ചിട്ടില്ല. ഇയാൾക്ക് നേരെയാകാൻ ഇനിയും സാധ്യതയുണ്ടെന്നും മനോഹരമായ ഒരു ലോകം വരാനിരിക്കുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ അവസാനിക്കാത്ത അത്ഭുതങ്ങൾ ഇനിയും കാത്തിരിപ്പുണ്ട്. നമ്മുടേതുപോലുള്ള കാലത്തെ ഉള്ളിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരിക്കൽ യേശു ഇങ്ങനെ ആശങ്കപ്പെട്ടിട്ടുണ്ട്: മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതിനുള്ള ഉത്തരം നമ്മളുടെ ജീവിതവുമാക്കി മാറ്റിത്തീർക്കാം. ആമേൻ.